ഈ ഇരിക്കുന്ന വാട്ടക്കുരിപ്പാണ് എന്റെ അനിയത്തി. കണ്ടന്റൊന്നുമില്ലാതെ വിഷമിച്ച് ചെന്നപ്പോഴാണ് കോളേജിൽ ഓണം സെലിബ്രേഷൻ റെഡിയാക്കാവെന്ന് വെച്ച് അവള് വന്നത്. ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ്. നല്ലൊരു ധാവണിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഇത് വെച്ചിട്ട് ഞാനും ഒരു ഓണം ലുക്ക് ചെയ്യും. ധാവണി എനിക്ക് വേണമെന്നുള്ളതുകൊണ്ട് അവളെ റെഡിയാക്കി കൊടുക്കാമെന്ന് സമ്മതിച്ചു. സ്കിൻ പ്രപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സിമ്പിൾ ആയിട്ട് പോലെയെന്ന് വെച്ചപ്പോൾ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ ഐലൈനർ ഒക്കെ അവൾ തന്നെയാണ് എഴുതിയത്. ഞാൻ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണ്. അവൾക്ക് ഐലൈനർ വരയ്ക്കുന്നതിനും വാലിടുന്നതിനൊക്കെ ഒരു അളവുണ്ട്. പിന്നെ ഇടയ്ക്ക് അവളുടെ മുടി ഒന്ന് വേഗം സ്ട്രെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി മേക്കപ്പ് കണ്ടിന്യൂ ചെയ്തത്. രാവിലെ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി കടയിൽ പോയി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂട്ട് കിട്ടിയതുമില്ല. കൈ കിട്ടിയതൊക്കെ വെച്ച് തേച്ച് വേഗം ഇത് തീർത്തിട്ട് വേണം അവളുടെ ഹെയർ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വേണം ധാവണി കൊടുക്കാൻ. അങ്ങനെ മേക്കപ്പ് എങ്ങനെയൊക്കെ സെറ്റാക്കി. മസ്കാരയൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും അവസാനം ഇട്ടത്. പിന്നെ അവളുടെ ഹെയർ സൈഡിൽ നിന്ന് എടുത്തിട്ട് മെടഞ്ഞിട്ട് ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. പിന്നെ ഒരു നല്ല ബ്രൈറ്റ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു. മുല്ലപ്പൂ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കുറവുണ്ട്. അങ്ങനെ ഹെയറും മേക്കപ്പ് ഒക്കെ ഏറെക്കുറെ സെറ്റ് ചെയ്തു. ഇനി ധാവണി ഒന്നും എടുക്കാനേ ഉള്ളൂ. ധാവണിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ.